മൂത്രം. എന്നിട്ട് അത് ഇവൻ്റെ ഈ കിട്ടിയ സാധനത്തേക്ക് ഒഴിച്ചിട്ടും കൊടുക്കും. കാരണം ഈ ഇമാതിരി കള്ളന്മാരാണ്, എ ക്ലാസ് ഫ്രോഡുകളാണ്. നല്ല പക്ക ഫ്രോഡുകളെന്ന് പറഞ്ഞാൽ പക്ക ഫ്രോഡുകളും ക്രിമിനൽസുമാണ് ഇവർ. എന്തൊരു കുറ്റം ചെയ്താലും അത് ഏതെങ്കിലും രീതിയിൽ സ്ക്രിപ്റ്റഡ് ആക്കി. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ ഷമീറിന്റെ ടെസ്റ്റും. ഷമീറിന്റെ ടെസ്റ്റുമാണ് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയാനുള്ളത്. അപ്പോൾ ആ ടെസ്റ്റ് വന്നതോടുകൂടി എന്തൊക്കെ ഉടായിപ്പ് പരിപാടികൾ അതിനകത്ത് ഷമീർ, അതായത് MRC ഷമീർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് നമ്മളെ സീക്രട്ട് ഏജന്റ് ആണ്. അപ്പം ഇന്നത്തെ ക്രെഡിറ്റ് നമ്മളെ സീക്രട്ട് ഏജന്റിന് തന്നെ, വേറെ ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ ഈ പുള്ളിനെ ഇതിനകത്ത് അവരിട്ടങ്ങ് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഓരോ ലൈവ് ഇടുമ്പോഴും ഇട്ടങ്ങ് കുത്തലായിരുന്നു. അപ്പൊ കുത്തി പുലി വരുന്ന പറഞ്ഞു ലാസ്റ്റ് പുലി വന്ന്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം. നമ്മളെ ഷമീർ അണ്ണൻ കുറച്ച് ടെസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര പരിപാടിയൊക്കെയാ ലൈവിനകത്തൊക്കെ. ലൈവ് നിർത്താതൊക്കെ ലൈവൊക്കെ ഇട്ട് ഇതാണ് ടെസ്റ്റിന് പോകുന്ന ലൈവായിട്ട് കാണിച്ചു തരുന്നു. ഇതാണ്. പക്ഷെ അത് അന്ന് അപ്പോഴത്തെ ലൈവിനകത്ത് മാത്രമല്ല, ഇതിന് മുമ്പ് ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടെസ്റ്റിന് റിപ്പോർട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഫുൾ എല്ലാം നെഗറ്റീവ്. ഒന്നും പോസിറ്റീവായിട്ടുള്ള കാര്യമില്ലേ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പം ലാസ്റ്റ് ഇട്ട ആ ലൈവിന്റെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന്റെ ലൈവിന്റെ നമുക്ക് കണ്ടുപോകാം. ഇതാണ് റിസൾട്ട്. എന്താണെന്നറിയില്ല, ഞാൻ തന്നെ നോക്കട്ടെ. ഒന്ന് പിടിക്കാം, ഞാൻ കറക്റ്റാണോ? ഓക്കെ. ഇത് ആദ്യത്തെ പോലെ തന്നെ. ആദ്യത്തെ പോലെയാണോ അതോ അവസാനത്തെ പോലെയാണോ എന്ന് നമുക്ക് പോയി നോക്കാം. ഭയങ്കര കളിയൊക്കെ കളിച്ചു ഇതിനകത്ത് കേട്ടോ. തിരുമണി കളിയൊന്നുമല്ല കളിച്ചത്. അപ്പൊ ആ റിപ്പോർട്ട് എടുത്ത് ആ ഒരു ടെസ്റ്റ് ചെയ്ത് ലാബിന് വരെ പേര് ദോഷം ഉണ്ടാക്കി കൊടുത്ത്. ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ പക്ഷെ ഒരാളെ കുത്തി നോപ്പിച്ചപ്പോഴത്തേന് ഒരാള് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ പറയാം, ഒരാള് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പണി നല്ല രീതിയിൽ കൊടുക്കാൻ അറിയാം. ആ ഒരു പണിയാണ് ഇപ്പൊ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് ആർക്കും ആണെങ്കിൽ നോക്കാം, ആർക്കും ആണെങ്കിൽ ഇതാക്കാം. എനിക്ക് തന്നെ ഇതില് കുറെ കൂടുതൽ സംസാരിക്കാനോ, ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് കുറെ രണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് അത് റീച്ച് ആക്കാനോ ഇതാക്കാനോ, എലിഗേഷൻസ് വേറെ ഒരാളെ പേരിൽ പറഞ്ഞ് ഇതാക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. ഇത് പറഞ്ഞവരാരാണോ അവര് തെളിയിക്കട്ടെ. ഞാൻ എന്റെ കാര്യം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം വേറെ ആർക്കാണോ ഇതുള്ളത് അവര് ക്ലിയർ ആക്കണം. നീ എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് ക്ലിയർ ആക്കാനില്ല. ക്ലിയർ ആക്കാൻ നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മളെ സീക്രട്ട് ഏജന്റ് അത് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഗൈസ്. ഇതാണ് ഷമീറിൻ്റെ SID നമ്പർ. അതായത് ഞാൻ ഷമീറിനെതിരെ അലിഗേഷൻ ഉന്നയിച്ച ഇവൻ തിരുത്തി എന്ന് പറയുന്ന ഇവൻ്റെ 18/6/2026 ഡ്രഗ് ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ഇത്. ഞാനായിട്ട് ഈ പറഞ്ഞ ലാബുകാർ അയച്ചു തന്നതോ ഞാൻ ലാബിൽ നിന്ന് കൊണ്ടുവന്നതോ അല്ല. ഷമീർ ഇന്നിട്ട ഓൻ്റെ ഡ്രഗ് ടെസ്റ്റിൻ്റെ ലിങ്കിനകത്ത് കയറി ഓൻ്റെ ഓൾഡ് SID നമ്പർ ഓൻ്റെ വീഡിയോൻ്റെ അകത്തുനിന്ന് തന്നെ ബ്ലറാവാതെ സ്ഥലത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കിട്ടിയ പണിയിലാണ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് കാര്യങ്ങൾ. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം ഞാൻ എടുത്ത് അത് ഞാൻ കൊണ്ടുവന്നിട്ട് സുക്രേൻ്റെ അവിടെ പേസ്റ്റ് ചെയ്ത് അതിനപ്പുറത്ത് ഇതിൻ്റെ ഡേറ്റ് ഇട്ട് കൊടുത്തപ്പോൾ ഇതിൻ്റെ എന്ത് കിട്ടും നമുക്ക്? ഓൾഡ് റിസൾട്ട്. ഇതിന് റിസൾട്ടിൻ്റെത് ഒന്ന് ഫോക്കസ് ചെയ്യൂ. റിസൾട്ട് ടെട്രാ ഹൈഡ്രോ കാനബിനോൾസ് THC പോസിറ്റീവാണോ? ഈ കാണുന്നത് പോസിറ്റീവാണോ? അല്ലേ? പോസിറ്റീവ് അല്ലേ? തെറ്റല്ലല്ലോ. ഇതാ പോസിറ്റീവല്ല കാണുന്നത്, പോസിറ്റീവാണ്. ഇതാണ് ഇവൻ്റെ റിസൾട്ട്. ഓക്കെ, ഇതാണ് ഇവൻ്റെ റിസൾട്ട്. അപ്പം ഈ പറയുന്ന THC പോസിറ്റീവായിട്ടാണ് ആദ്യത്തെ റിസൾട്ടിൽ
കാണിച്ചത്. ഇവനത് ഭയങ്കരമായിട്ട് കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ആക്കിയാണ് നമ്മളെല്ലാം കാണിച്ചത്. എല്ലാം നെഗറ്റീവ് റിസൾട്ട്, എല്ലാം നെഗറ്റീവാണ്, ഒന്നും പോസിറ്റീവ് ആയിട്ടുള്ളതല്ല. THC എന്ന് വെച്ചാൽ കഞ്ചാവ് പോലുള്ള മീൻസ് കഞ്ചാവ് പോലുള്ള മാരകമായിട്ടുള്ള കുറെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ യൂറിനിൽ കാണുന്ന ഒരു സാധനമാണ് ഈ THC സംഭവം. അത് പോസിറ്റീവായിട്ട് കിട്ടി. സാധാരണ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് സാധാരണ ഇങ്ങനെ യൂറിൻ ടെസ്റ്റ് എടുത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ യൂറിനിൽ ഈ സാധനം എല്ലാം കാണും. അളിയൻ ഇതിനകത്തൊക്കെ പടിപാടി സീക്രട്ട് ഏജന്റ് അത് കുത്തിപ്പൊക്കി എടുത്തോണ്ട് വന്ന് അളിയന്റെ പണി ഇപ്പൊ മൊത്തം പാടിയിരിക്കുകയാണ്. THC നിങ്ങൾ നോക്കിയാൽ അത് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്, എന്ന് വെച്ചാൽ ആ രീതിയിൽ പെടുന്ന ഒരു ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. സാധാരണ ഫോറൻസിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ. ഞാൻ വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് ആയിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കാം. THC എന്തുവാണെന്ന് മലയാളത്തിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, റിസൾട്ട് പോസിറ്റീവ് ആവുന്നത് എന്തുകൊണ്ടാന്നുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം ആ ഒരു കഞ്ചാവ് എന്ന ഉള്ള ഒരു ഇല ഉപയോഗിച്ച് ആ ഒരു പച്ച ഇല ഉപയോഗിച്ചതിന് ശേഷമാണ് അവന് THC പോസിറ്റീവായിട്ട്. ഇത് നമ്മളെടുത്ത് കാണിച്ചതെന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് നല്ല രീതിയിൽ അങ്ങ് എഡിറ്റ് ചെയ്തിട്ട് അതിന്റെ അടിയിലൊക്കെ പൊത്തിപ്പിടിച്ച് ഏത് ലാബാന്ന് കാണിക്കുന്നില്ല, ഏത് ഹോസ്പിറ്റലാണെന്ന് കാണിക്കുന്നില്ല. ഭയങ്കര 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 പരിപാടികളായിരുന്നു. അളിയൻ അവിടെ അങ്ങ് പണി എടാ പൊട്ട നീയൊക്കെ എവിടെ നിന്ന് വരുന്നടാ? വലിയ വെല്ലുവിളിക്കാൻ വേണ്ടി വല്ലവരും തൊപ്പീനെ വെല്ലുവിളിച്ചപ്പോ വെല്ലുവിളി വേറെ വലിയ ആൾക്കാരോടൊക്കെ ആയി. കിട്ടിയ പണിയൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിലും കിട്ടി. വേറെ ഒന്നും പറയില്ല പണിന്ന്. പിന്നെ ഇതെന്ന് വെച്ചാല് ഇവര് തന്നെ ആലോചിക്കണം. ഇവര് ഈ ഷമീറിന്റെയും ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ വീഡിയോ കാണുന്ന അതിനകത്തെ സ്റ്റാഫോ ആരെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആരെങ്കിലും ഇത് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ലാബിന് തന്നെ ആയിരിക്കും, നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നല്ല രീതിയിൽ ഒരു പണിയില്ല. നിങ്ങൾ ഇതിനെതിരെ നല്ല രീതിയിൽ ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങളതിൽ ആ റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അതിനകത്ത് റിസൾട്ട് നോക്കി ചെക്ക് ചെയ്ത് കൊടുക്കുന്നവർ അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇന്ന് പോസിറ്റീവാണ്, ഇന്ന് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പൊ ഈ സാധനം ആ ലാബിൽ നിന്ന് വെളിയിൽ വന്നപ്പോഴത്തേന് പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവായി. അപ്പൊ ആ ലാബിന് തന്നെ പേര്. പക്ഷെ നിങ്ങൾ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയാ കറക്റ്റായിട്ടുള്ള തീരുമാനം എടുത്ത് ഇതിനെതിരെ നല്ല രീതിയിൽ ഇവന്മാർക്കെല്ലാം പണി കൊടുക്കേണ്ട രീതിയിൽ നല്ല രീതിയിൽ പണി തന്നെ കൊടുക്കുക തന്നെ വേണം. നിങ്ങളെ സ്ഥാപനത്തിന് തന്നെ ആയിരിക്കും, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ ആയിരിക്കും പണി കിട്ടുന്നത്. ഇപ്പം ഈ ലാബിലേക്ക് നമ്മളെ സീക്രട്ട് ഏജന്റ് സായികൃഷ്ണ വിളിച്ച് അന്വേഷിച്ച ഒരു കോൾ റെക്കോർഡും കൂടെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെ ചെറിയ കാര്യമൊന്നുമില്ല, ഇങ്ങനത്തുള്ളതൊക്കെ ചെറിയ കാര്യമൊന്നുമില്ല. ഇവന്മാരിത് എവിടുന്ന തുടങ്ങിയത്? ആദ്യം ഈ ഒരു ഇച്ചിമുള്ളി ടീമുകൾക്ക് കാണിക്കാൻ വേണ്ടി, പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കാണിച്ച് ഇവന്മാരെ ഉമ്മക്കും ഉമ്മാരെ പെങ്ങൾക്കും ഉമ്മാരെ കുടുംബത്തിനൊന്നും വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. വെല്ലുവിളികളായി, വേറെ ആൾക്കാരോട് വെല്ലുവിളികളായി, അതായി ഇതായി മടയെ കൂടെ ഇപ്പൊ നാണ്ട് ഇവിടെ വരെ വന്നിരിക്കുന്നു. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ പക്ക സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ പറയാം. ഇതിനകത്ത് ജാസി എന്ന് പറഞ്ഞ ഒരുത്തുണ്ടല്ലോ, അവനാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആള്. അവൻ ആദ്യം മുതലേ ഈ പറയുന്ന കണക്കാണെങ്കിൽ ആദ്യം മുതലേ തൊപ്പിയുടെ ലൈവ് തുടങ്ങുമ്പോൾ അതിനകത്ത് ഇത്രയും ഉണ്ട്, സ്ക്രിപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവൻ പല കാര്യങ്ങളും ഇവൻ പൊളിച്ച് കളയുന്നുണ്ട്, നശിപ്പിച്ച് കളയുന്നുണ്ട്. ഇവൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ആ ഒരു യൂട്യൂബ് ലൈവും കാര്യങ്ങളും, തൊപ്പിയുടെ ലൈവില് ഇവൻ ഭയങ്കര ഇടങ്ങാറായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് പല ആൾക്കാരും ഇവനെ കാണാറുള്ളത്. ഇടങ്ങേറ് തന്നെയാണ് ഈ ചെറുക്കൻ ഇടങ്ങേറ് തന്നെയാണ്. അപ്പൊ അവനും ഇവനും കൂടെ ചേർന്നിട്ട് മാസ്റ്റർ മൈൻഡ് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്ത പരിപാടിയാണിത്. പക്ഷെ പണി പാളി വേറെ ആൾക്കാരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ സീക്രട്ട് ഏജന്റ് വിളിച്ച കോൾ റെക്കോർഡ് ഒന്ന് കേട്ടു നോക്കാം. ഹായ്, എൻ്റെ പേര് സായി കൃഷ്ണൻ എന്നാണേ. ഓക്കെ, ഞാൻ ലിയോ ലാബ്സിന്റെ ഒരു കണ്ണൂര്, നിങ്ങളുടെ അതന്നെയല്ലേ നിങ്ങളുടെ സ്ഥാപനം? ഓക്കെ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഞാൻ ഈ ഷമീർ ഇല്ലേ, ഷമീറിന്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന് ഇത് കണ്ടിട്ടേ ഐ ഗോട്ട് എൻ ഇൻഫർമേഷൻ ലൈക്ക് അത് ഭയങ്കര ക്രെഡിബിൾ ആയ സ്ഥലത്താണ് കിട്ടിയേ. അവൻ ആ റിസൾട്ട് കാണിച്ചത് ഫേക്ക് ആണ് എന്നുള്ളത്. സോ അത് എനിക്കറിയാം, ലാബ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഐ നോ, ബിക്കോസ് ഞാൻ കണ്ണൂർ അന്വേഷിച്ചു, നിങ്ങൾ ഭയങ്കര റെപ്യൂട്ടഡ് ആണ്. പക്ഷെ നിങ്ങളെ കൂടി പറ്റിക്കുന്ന രീതിയിൽ അവനത് ചെയ്യുമ്പോൾ
അല്ല അത് മറ്റേ ഇന്നലെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മളത് അപ്രോപ്രിയേറ്റ്ലി ഡെസ്കിൽ വിട്ടിട്ടുണ്ട്. അതൊരു ലീഗലി അപ്രൂവ് ചെയ്തോളൂ. നിങ്ങൾ ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അങ്ങനത്തെ നീക്കം ഉണ്ടോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ അയച്ചിട്ടുണ്ട്. അത് പിന്നെ അവര് ചെയ്തോളൂ എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ മാത്രം ചർച്ചകൾ ചെയ്താൽ മാത്രം പോരാ. കാരണം നിങ്ങൾ ആ ഒരു സ്ഥാപനത്തെ, ആ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ നിങ്ങളൊരു സ്ഥാപനത്തിന് നല്ല രീതിയിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇതിപ്പോ എല്ലാവരും, ജനങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്, മിക്ക ജനങ്ങളും അറിഞ്ഞിട്ടുണ്ട്. ഈ നിങ്ങൾ ആ സ്ഥാപനത്തിന്റെ പേര് ഉൾപ്പെടെ ഇവൻ നശിപ്പിച്ച്. അപ്പൊ എല്ലാ ആൾക്കാരും അവിടെ ചെല്ലുമ്പോഴത്തേന് പല ആൾക്കാരും ഇതിനു വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരും, പിന്നെ അതേപോലെ തന്നെ ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താന്ന് വെച്ചാൽ മെഡിക്കൽ എടുക്കാനൊക്കെ കൊണ്ട് ചെല്ലത്തില്ലേ. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിലൊക്കെ കൊണ്ട് കയറുമ്പോഴത്തേനും ഇതിന്റെ ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് കാണുമ്പോഴത്തേനും ലിയോ, ഇവിടെ എന്തുടായ്പ നടക്കും എന്നുള്ള രീതി ആയിരിക്കും സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് തോന്നുന്നത്. അപ്പൊ അതങ്ങ് പോയി കിട്ടും, പേര് ദോഷമായി. സത്യം പറയാം, ഏകദേശം നിങ്ങളുടെ സ്ഥാപനത്തിന് പേര് ദോഷമായി. അപ്പൊ ഇതിന് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ലീഗലി ഒരു കേസ് കൊടുത്ത് ഷമീറിനെതിരെ ഇങ്ങനെ ചെയ്തു, ഇവിടുന്ന് വിട്ട റിപ്പോർട്ട് അല്ലാതെ പുറത്ത് കൊണ്ടുപോയി അവൻ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും അങ്ങനത്തെ രീതിയിൽ മൂവ് ചെയ്യാം. അപ്പൊ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സീക്രട്ട് ഏജന്റ് അവരെ ഒന്ന് വിളിച്ച് ചോദിച്ചത്. അത് നല്ലൊരു കാര്യം തന്നെ, ജനങ്ങളെല്ലാം അറിയട്ടെ. പിന്നെ നിങ്ങളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, കുഴപ്പമുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതിനുള്ള ആക്ഷനൊക്കെ എടുക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാപനത്തിന് നല്ല രീതി പേരുദോഷമാവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പൊട്ടന്മാരെ, മലദ്വാർ ഗോൾഡ് ഉള്ള നാടാണ്, മനസ്സിലായോ എനിക്ക്? ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണോ? തിരികെ കൊണ്ടുവരുന്ന നാടാണിത്. കള്ളത്തരം കാണിക്കാം, മലദ്വാർ ഗോൾഡ്. ആ നാട്ടിൽ ഈ സാധനം മൂത്രം ഇനി വേറെ എവിടെയെങ്കിലും വെച്ച് കൊണ്ടാൽ വലിയ സമയമൊന്നും വേണ്ട. ഇനി അത് പോട്ടെ, ജാസി അതെന്തോ പറഞ്ഞറിയോ, ഇവൻ ലൈവില് കാണിക്കുന്നുണ്ട്, ഇവൻ ഒന്നുമില്ല, ദേഹത്തൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, അവിടെ ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. ആ കാര്യം, ആ ചെറിയ ഇതുണ്ടല്ലോ, മൂത്രം എടുത്തോണ്ട് വരുന്ന ഒരു ഇതുണ്ടല്ലോ, അവനത് വെച്ചിട്ട് എല്ലാം കാണിക്കുന്നുണ്ട്. തിരിച്ചിറങ്ങിയിട്ട് വരുമ്പോഴത്തേന് ഇത് കൊണ്ടുവരുന്നുണ്ട്. അതിന് മുമ്പ് ലൈവില് നമ്മളെ ജാസി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവന്മാർ ആരും ഇല്ലാത്ത കണക്ക് വേറെ എവിടെയൊക്കെയോ ഇത് ചെയ്യുന്ന കണക്ക് ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡ്രാമ. ഇമാര് പക്ക ക്രിമിനൽസ് തന്നെ, സത്യം പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്രിമിനൽസ് തന്നെയാണ് ഈ ജാസിയും ഈ ഷമീറും. സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള എവിടെയോ വെച്ച് ഇങ്ങനെ കണ്ടു നടക്കുക. ആദ്യമായിട്ടാണ് നടക്കുക. പോടാ നീയൊക്കെ ചുമ്മാ തൊലിഞ്ഞ സ്ക്രിപ്റ്റും ആയിട്ട് വന്നേക്കുന്നു. എന്നിട്ട് വേറൊരു ഇതുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ലാസ്റ്റ് വണ്ടിക്കകത്ത് കയറിയിട്ട് ജാസിയുടെ റിസൾട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇമാരന്നേരം ഒരുമിച്ചല്ല, ഇതൊന്നും ഒരുമിച്ചല്ല. ഇതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട്. മലദ്വാർ എന്ന് ഉദ്ദേശിച്ചതും മലദ്വാറിന്റെ ഇടയിൽ ഇവൻ ഈ സാധനം വെച്ചോണ്ട് പോയി എന്നാണ്. എന്ന് വെച്ചാൽ ജാസിയുടെ മൂത്രം എടുത്തോണ്ട് പോയിട്ട്, ഇവൻ ഈ സാധനം ഒന്നും ഉപയോഗിക്കുന്ന ആളല്ലായിരിക്കാം, എടുത്തോണ്ട് പോയിട്ട് അവിടെ കൊണ്ടുവന്ന് ഈ ടിന്നകത്താക്കി, വേറെ എന്തെങ്കിലും ടിന്നകത്താക്കി ഇതിനകത്ത് ഒഴിച്ച് കൊണ്ടുവന്നു. സംഭവം അത്രേ ഉള്ളൂ. അതാണ് മൂത്രം മറിച്ചു, ജാസിയുടെ മൂത്രം എടുത്ത് ഇവന്റെ ആക്കിയിട്ട് അതാന്നും പറഞ്ഞ് ഇങ്ങനെ കൊടുത്ത് റിസൾട്ടിന് കൊടുത്തു. ഇനി ഇത് എന്റെ മൂത്രം തന്നെ ആണോ എന്ന് അന്വേഷിക്കണമെങ്കിൽ അടുത്ത DNA എടുക്കേണ്ടി വരും. വാവ്, എന്നുമില്ലാത്ത പോലെ ഇന്ന് അവിടെ എത്തിയ പൊട്ടി മുളച്ച പ്രത്യക്ഷപ്പെട്ട ജാസിനെ ഈ ഫ്രെയിമിൽ എവിടെയും കാണാനില്ല. ഇവൻ ടോയ്ലറ്റ് പോണതിൻ്റെ മുൻപ് ജാസി ആ ടോയ്ലറ്റിൽ പോയി മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓൻ്റെ സാമ്പിൾ എടുത്ത വഴിക്ക് ഓൻ അവിടെ എവിടെയെങ്കിലും ഓൻ്റെ മൂത്രം ഒരു കപ്പിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ജാസി ഇല്ല. അതെന്നാ ഞാനും പറഞ്ഞേ, അല്ലെങ്കിൽ ജാസി അവിടെ പോയി ഏതെങ്കിലും മൂലയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം മൂത്രം. ഇല്ല എങ്കിൽ ഇവൻ ജാസിയുടെ മൂത്രം ഇവ എവിടെയെങ്കിലും പൊക്കിയൊക്കെ കാണിച്ച് ഒന്നുമില്ലെന്ന് കാണിച്ചതിൻ്റെ ഏതെങ്കിലും ഇടയിൽ കയറ്റി വെച്ച് ഇവൻ പോയിട്ട് മറ്റേ ആ ഒരു ചെറിയൊരു ക്യാരിയറല്ലേ, ക്യാരിയറിനകത്ത് ഒഴിച്ചു കൊണ്ട് വന്നിരിക്കാം. അങ്ങനെയുണ്ട്. എന്നാൽ ഇതിന് മുമ്പുള്ള റിസൾട്ട് നോക്കുമ്പോഴത്തേനും സംഭവം എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് കാണിച്ചതെന്ന് പറഞ്ഞിട്ടൊക്കെ കാണിച്ചു. പക്ഷെ അത് നമ്മൾ നോക്കി, ഇല ഉപയോഗിച്ചെന്നുള്ള രീതിയിൽ, കഞ്ചാവ് ഉപയോഗിച്ചെന്നുള്ള രീതിയിൽ സംഭവം പൊക്കിയിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, ജാസിയുടെ മൂത്രമാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. ആ ലാബിലെ CCTV അവർ പുറത്തുവിടണം, അത് പരിശോധിക്കണം. ഇവൻ കയറുന്നതിന് മുമ്പ് ജാസി അതിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലായോ? അത് എൻ്റെ ഒരു സംശയമാണത്. ഓക്കെ,
ഇല്ലെങ്കിൽ ഇവൻ്റെ മലദ്വാർ ഗോൾഡിൽ ഒളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും മൂത്രം. എന്നിട്ട് അത് ഇവൻ്റെ ഈ കിട്ടിയ സാധനത്തേക്ക് ഒഴിച്ചിട്ടും കൊടുക്കും. കാരണം ഈ ഇമാതിരി കള്ളന്മാരാണ്, എ ക്ലാസ് ഫ്രോഡുകളാണ്. ആണ് ഇങ്ങനെ ചെയ്യാം. അത് ഇവന്മാര് എന്ന് വെച്ചാല് ഇവന്മാർ ഏറ്റവും വലിയ മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞാൽ തൊപ്പിയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ കൊണ്ടുപോകാന്നുള്ളത് അവനെ കണ്ട് തന്നെയല്ലേ ഇവന്മാര് പഠിക്കണേ. പിന്നെ എങ്ങനെയാണ് സംഭവം? അതായിരിക്കും. രാശിയുടെ മൂത്രം എടുത്ത് ഇവൻ കൊണ്ടുപോയി ഏതെങ്കിലും ചെറിയ കാരിയറിനകത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്നായ കാരിയറിനകത്ത് ഈ സാധനം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്ത് ടെസ്റ്റ് ചെയ്തു, എല്ലാം നെഗറ്റീവ്. സുഖം. അത് തന്നെ സംഭവം, അല്ലാതെ വേറെ ഒന്നും അല്ല. അതൊക്കെ പക്ക ക്രിമിനൽ കേട്ടോ. നല്ല നല്ല രീതിയിൽ ബുദ്ധി വർക്ക് ചെയ്ത് മെനക്കെട്ടിരുന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ചെയ്ത അതേ പരിപാടി തന്നെ. പക്ഷെ പേരുദോഷം വീണ്ടും കിട്ടുന്ന ആ ലാബിനാണ്. നിങ്ങളത് ആലോചിച്ചേക്കണം, നിങ്ങളെ ലാബിനായിരിക്കും ഈ ഒരു പേരുദോഷം കിട്ടുന്നത്. ഇവന്മാര് നല്ല പക്ക ഫ്രോഡുകളെന്ന് പറഞ്ഞാൽ പക്ക ഫ്രോഡുകളും ക്രിമിനൽസും ആണ് ഇവര്. ഇവന്മാർ എന്തൊരു കുറ്റം ചെയ്താലും അത് ഏതെങ്കിലും രീതിയിൽ സ്ക്രിപ്റ്റഡ് ആക്കി മാനിപ്പുലേറ്റ് ചെയ്ത് മറിച്ച് മാറ്റാനുള്ള എല്ലാ പരിപാടിയും ഇവർക്ക് നല്ല രീതി അറിയാം. എന്തായാലും ഇപ്പം മൊത്തത്തില് ഇടപെടലും ചെയ്യുന്നുള്ള അവസ്ഥയായി. നല്ല രീതി ചെറിയ എടാ ഒരു കാര്യം പറയാം, എന്തോ പല നാൾ കള്ളം ഒരു നാൾ പിടിക്കും എന്നൊക്കെ പറയത്തില്ലേ, അത് കണക്കാണ് നിന്റെയൊക്കെ അവസ്ഥ. നീയൊക്കെ ഇനി എന്തൊക്കെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നീയൊക്കെ എന്തൊക്കെ ഇനി മാനിപ്പുലേറ്റ് ചെയ്താലും ശരി, പണി പാളി തന്നെ. ആ ലാബിൽ നിന്നുള്ള റിസൾട്ട് വരെ നീയൊക്കെ മാറ്റി അവർക്ക് ഒരു പേരുദേശം ഉണ്ടാക്കി. നീയൊക്കെ സൂക്ഷിച്ചോ, നിനക്കൊക്കെ ഇനിയും പണി കിട്ടാൻ പോണേ ഉള്ളൂ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ മര്യാദയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നീയൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ നീയൊക്കെ എന്താ വെച്ചാൽ ഇത് ചെയ്യുക. ഇതുവരെ പോലീസിന്റെ അന്വേഷണം നീയൊക്കെ ഒളിവിലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാം. പോലീസിന്റെ അന്വേഷണം എവിടെ നിന്ന് പോലും അതിന്റെ ഒരു അപ്ഡേറ്റ് പോലും കിട്ടുന്നില്ല. തൊപ്പിയുടെ ഒരു അറിവ് പോലും ഇല്ല. തൊപ്പി എവിടെ പോയി വന്നു? തൊപ്പിയുടെ ചാനലും പോയി, നിന്റെ ചാനൽ പോയി, എല്ലാവരും ചാനൽ പോയി, ഷമീറിന്റെ ചാനലൊക്കെ പോയി. അപ്പം നീയൊക്കെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കോപ്രായം പെട്ടെന്ന് നിർത്തിയില്ല എങ്കിൽ ഇത് വലിയ ഇഷ്യൂയിലേക്ക് പോകും. ബാക്കിയുള്ള വലിയ ആൾക്കാരൊക്കെ ഏറ്റെടുക്കും. ഇതിലും വലിയ സീനായിട്ട് പോകത്തേ ഉള്ളൂ. നിനക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഒളിവ് തന്നെ കഴിയേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയായിട്ട് മാറത്തേ ഉള്ളൂ. പിന്നെ ഇതൊന്നും കണ്ടിട്ട് ബാക്കിയുള്ള പിള്ളേരൊന്നും ഇതാക്കാൻ നിൽക്കണ്ട. ഇവന്മാരൊക്കെ പൊളിഞ്ഞ സ്ക്രിപ്റ്റഡാ, മനസ്സിലായോ? ഈ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആരും ഒരു കാരണവശാലും ഒരു കുറ്റവും ചെയ്യാൻ നിൽക്കരുത്, വേറെ ഒന്നും ചെയ്യാൻ. നിനക്കൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക, വേറെ ആരെയും അറിയിക്കാൻ പോവുകയും ചെയ്യരുത്. കുറ്റം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ഒരു പരിപാടിയും കുറ്റം ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന രീതി എവിടെയെങ്കിലും പണി പാളും. മനുഷ്യന്മാരാണ്. എല്ലാ കാര്യവും അങ്ങനെ പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. പലതിലും പല പാളിച്ചയും പറ്റാം. സൂക്ഷിച്ചും കണ്ട് നടന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളെ അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഒരു ഹൈപ്പ് ബട്ടൺ വരും, ആ ഹൈപ്പ് ഒന്ന് അടിച്ചു വിട്ടേക്കണം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.